കോട്ടയം ജില്ല വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ തവണ കോട്ടയം ജില്ലയിൽ UDFന് പിന്നാക്കം പോകേണ്ടി വന്നിരുന്നു. 5-4 എന്നുള്ളതായിരുന്നു. ആകെയുള്ള 9 സീറ്റുകളിൽ 5 സീറ്റുകൾ LDFന് നേടാൻ കഴിഞ്ഞപ്പോൾ 4 സീറ്റുകളിലേക്ക് പുതുപ്പള്ളിയും കോട്ടയവും പാലയും അതുപോലെ തന്നെ കടുത്തുരുത്തിയും 4 സീറ്റുകളിലേക്ക് UDF ഒതുങ്ങിയതാണ് കോട്ടയം ജില്ലയിൽ. പക്ഷേ ഇത്തവണ എങ്ങനെയായിരിക്കും അല്ലേ? കേരള കോൺഗ്രസിന്റെ ഒരു വരവ് അത്തരത്തിൽ കോട്ടയത്ത് ഒരു മേധാവിത്വം സ്ഥാപിക്കാൻ കഴിഞ്ഞു. പക്ഷേ പാലായിൽ UDFന് ജയിക്കാൻ കഴിഞ്ഞു, ജോസ് കെ മാണിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. ഇത്തവണ സ്വാഭാവികമായിട്ടും വൈക്കം മണ്ഡലം അത് LDF ഉറച്ചു വിശ്വസിക്കുന്നു. ഇത്തവണയും വൈക്കം നിലനിർത്താൻ കഴിയും. കോട്ടയത്തെ കാർഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. വൈക്കം LDF ഉറപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ UDF ഉറപ്പിച്ചത് കടുത്തുരുത്തി UDF ഉറപ്പിച്ചിട്ടുണ്ട്. മോൻസ് ജോസഫ് ഇത്തവണയും ജയിക്കും, നിർമ്മല ജിമ്മിയെ തോൽപ്പിക്കുമെന്ന്. കോട്ടയം തിരുവഞ്ചൂർ രാധാകൃഷ്ണനിലൂടെ നിലനിർത്താൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു UDF. പുതുപ്പള്ളി സ്വാഭാവികമായിട്ടും ചാണ്ടി ഉമ്മൻ ഉറപ്പിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. ഈ 3 മണ്ഡലങ്ങൾ, അതായത് കഴിഞ്ഞ തവണ 4 മണ്ഡലങ്ങൾ ഉള്ളതിൽ പാല ഇത്തവണ UDFന് കിട്ടില്ല. അത് ജോസ് കെ മാണിയിലൂടെ LDF തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എനിക്കും അങ്ങനെ തോന്നുന്നു അവിടെ പാല ഇത്തവണ LDF പക്ഷത്തായിരിക്കുമെന്ന്. അപ്പോൾ LDF ഉറപ്പിച്ചത് വൈക്കം ആണെങ്കിൽ അതിൻ്റെ കൂടെ പാല കൂടി ആഡ് ചെയ്യാം സ്വാഭാവികമായിട്ടും. അതോടൊപ്പം തന്നെ ഏറ്റുമാനൂർ VN വാസവനെ അവിടെ തോൽപ്പിക്കുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുമാത്രമല്ല, കുമരകം, തിരുവാർപ്പ് പോലെയുള്ള അവസാനം എണ്ണുന്ന പഞ്ചായത്തുകൾ അത് LDFന്റെ സ്ട്രോങ് ഹോൾഡാണ്. ഐമനം LDFന്റെ സ്ട്രോങ് ഹോൾഡാണ്. അവിടെ BJP ആണ് ഇപ്പോൾ ഭരിക്കുന്നത്. എങ്കിൽ പോലും ഐമനം സ്ട്രോങ് ഹോൾഡാണ് LDFന്റെ. അപ്പോൾ ഈ 3 പഞ്ചായത്തുകളും അതിപ്രധാനമാണ് ഏറ്റുമാനൂരിൽ. അതുകൊണ്ട് ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷുമായിട്ട് വലിയ മത്സരത്തിലാണ് VN വാസവൻ. UDF അത് തിരിച്ചുപിടിക്കാൻ കഴിയും ഏറ്റുമാനൂർ എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അവിടെ LDF പക്ഷത്തേക്ക് വൈക്കത്തോടൊപ്പം ഏറ്റുമാനൂരും ഞാൻ കൂട്ടുകയാണ്. പക്ഷേ UDF 2 സീറ്റുകളായി വൈക്കവും അതുപോലെ തന്നെ ഏറ്റുമാനൂരും അതുപോലെ തന്നെ പാലായും 3 സീറ്റുകൾ LDF പക്ഷത്ത്. അതേസമയത്ത് UDFന്റെ പക്ഷത്ത് നേരത്തെ ചാർട്ട് ഒന്നുകൂടെ കാണിച്ചാൽ കോട്ടയം, പുതുപ്പള്ളി, കടുത്തുരുത്തി ഈ 3 മണ്ഡലങ്ങളുമുണ്ട്. ഒപ്പം അതോടൊപ്പം തന്നെ പൂഞ്ഞാർ തിരിച്ചു പിടിക്കുവാൻ ഇത്തവണ സാധിച്ചേക്കും UDF. ഞാൻ അങ്ങനെ കാണുകയാണ്. പൂഞ്ഞാർ കൂടി ഈ പട്ടികയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ 4-2 എന്നുള്ളതായി. ചങ്ങനാശ്ശേരിയിലും കാഞ്ഞിരപ്പള്ളിയിലും പോരാട്ടമുണ്ടായിരുന്നു. പക്ഷേ കാഞ്ഞിരപ്പള്ളി LDFന്റെ പക്ഷത്തേക്ക് തന്നെ നിൽക്കുവാനാണ്. കേരള കോൺഗ്രസ് എമ്മിലൂടെ ഡോക്ടർ ജയരാജിലൂടെ LDFന്റെ പക്ഷത്തേക്ക് വരും. അങ്ങനെ വരുമ്പോൾ 3 എന്നുള്ളത് LDFന്റെ പക്ഷത്ത് വരുന്നു. ചങ്ങനാശ്ശേരിയിൽ പക്ഷേ ഇത്തവണ ചങ്ങനാശ്ശേരി തിരിച്ചുപിടിക്കാൻ കേരള കോൺഗ്രസിന് ജോസഫ് ഗ്രൂപ്പിലൂടെ സാധിക്കും, UDFിൽ നിന്ന് കണക്കാക്കാം. അങ്ങനെ വരുമ്പോൾ കടുത്തുരുത്തി, കോട്ടയം, പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി ഈ 4 മണ്ഡലങ്ങളും UDFന്റെ പക്ഷത്തേക്ക് വരുന്നു. അതേസമയം അവിടെ പാല UDFന് നഷ്ടപ്പെടുന്നു. പൂഞ്ഞാർ വരുമ്പോൾ 5 ഉയരുന്നു. വൈക്കവും ഏറ്റുമാനൂരും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയും LDFന്റെ പക്ഷത്തേക്കും പോകുന്നു. ഇതാണ് അവിടുത്തെ. പിന്നെ ഒരു മണ്ഡലം കൂടി അവിടെ ബാക്കിയുണ്ടല്ലോ. അതിനുശേഷം 9 അല്ലേ വരുന്നുള്ളൂ. അതെ, 9 മണ്ഡലങ്ങൾ. ഏറ്റുമാനൂർ, വൈക്കം, പാല, കടുത്തുരുത്തി, ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 6-3 എന്നുള്ള രീതിയിലേക്ക് വരും. കിരൺ, ഇതിൽ മാറ്റമുണ്ടാവുമോ? നമുക്ക് പ്രധാനമായും കണ്ടാൽ UDFന് എക്കാലത്തും ഉറപ്പുണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്, ജില്ലയാണ് കോട്ടയം ജില്ല. അതിന് ഈ ഇടതു ഭരണം വരുമ്പോഴും UDF ഭരണം വരുമ്പോഴും ഒക്കെ കോട്ടയത്ത് UDFന് വ്യക്തമായ മേൽക്കൈ ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ ഒരു വലിയ മാറ്റമുണ്ടായത് കേരള കോൺഗ്രസ് എം ഈ കഴിഞ്ഞ ഒരു 10-25 വർഷത്തിൻ്റെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ കേരള കോൺഗ്രസ് എം ഈ ദീർഘകാലത്തെ ബന്ധം വിട്ട് LDFിലേക്ക് വന്നതോടുകൂടിയാണ്. അതുവരെയും UDFിന് ഉണ്ടായിരുന്ന ഒരു വലിയ മേൽക്കൈ അത് തിരിച്ചു പിടിക്കാമെന്ന കഴിയും, അത് ജോസഫിനെ വെച്ച് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നൊക്കെ കോൺഗ്രസ് പ്രതീക്ഷിച്ചെങ്കിലും ജോസ് കെ മാണി എടുത്ത ഒരു തരത്തിൽ പറഞ്ഞാൽ സാഹസികമായ തീരുമാനം ശരിവെക്കുന്ന തരത്തിലേക്ക് ഇടതുമുന്നണിയിലേക്ക് മധ്യ കേരളത്തെ പിടിച്ചു നിർത്താൻ കേരള കോൺഗ്രസ് എമ്മിന് കഴിഞ്ഞിട്ടുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന് അതിൻ്റെ നേട്ടം, പാർട്ടി എന്ന നിലയ്ക്കും അതിൻ്റെ നേട്ടമുണ്ടാകുകയും ഒക്കെ ചെയ്താണ്. നമുക്ക് മുൻകാലങ്ങളിലെ ഒരു കണക്കുകൂടി ഇങ്ങനെയാണ്. 2001 ഈ 8-2 എന്നുള്ളതായിരുന്നു കണക്ക്. 8 സീറ്റുകളും UDFിനായിരുന്നു. അത് 2006 കേരളം 2006 വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുമുന്നണി ഭരിക്കുമ്പോൾ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുമ്പോൾ അപ്പോൾ പോലും 5-5 എന്ന നിലയ്ക്കായിരുന്നു ആ സമയത്ത് അവിടെ നിന്നത്. അത് 2011 എത്തുമ്പോൾ 7-2, അത് ഒരു സീറ്റ് കുറഞ്ഞ് 2007-2 എന്ന നിലയിലേക്ക് എത്തി. 7 സീറ്റ് UDFിനും 2 സീറ്റ് LDFിനും. 2016 LDF ഭരിക്കുമ്പോഴും അത് 6-2 എന്ന തലത്തിലായിരുന്നു. 2021 അത് തിരിച്ച് 5-4 എന്ന തരത്തിലേക്ക് എത്തുന്നു. അപ്പോൾ എഡ്ജ് LDFിന് വന്നത് ഈ ജോസ് കെ മാണിയുടെ വരവോടുകൂടിയാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഫാക്ടർ ഇവിടെയും പ്രധാനമാണ്. മധ്യ കേരളത്തിലാകെ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ UDFിന് അനുകൂലമായ, UDFിൽ നിന്ന് വിട്ട് കഴിഞ്ഞ തവണ LDFിലേക്ക് വന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷം അത് UDFിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും അവിടെ നേരത്തെ തന്നെ കോൺഗ്രസ് ഉണ്ടായിരുന്ന ഒരു എഡ്ജ്, അല്ലെങ്കിൽ പരമ്പരാഗതമായി യഥാർത്ഥത്തിൽ ഈ കേരള കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന, ഇടതുമുന്നണി വോട്ട് ചെയ്യുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം പരമ്പരാഗതമായി UDFുകാരോ കോൺഗ്രസ് അനുകൂലികളോ ഒക്കെയാണ്. ആ വോട്ട്
വോട്ട് തിരിച്ച് UDF-ലേക്ക് വന്നു കഴിഞ്ഞാൽ ആ മേഖലയിൽ ഈ പറയുന്ന കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 5 എന്നുള്ളത് LDF-നെ കുറച്ച് 2-ലേക്കോ 3-ലേക്കോ ഒക്കെ കുറയ്ക്കാൻ ഇത്തവണ സാധ്യത കാണുന്ന ഒരു ജില്ല കൂടിയാണ് കോട്ടയം ജില്ല. എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ലക്കാരന് കുറച്ചുകൂടി വ്യക്തമായി പറയാൻ കഴിയുമെന്ന്. കിരൺ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് പത്തനംതിട്ടയ്ക്ക് സമാനമായ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉള്ള ജില്ല തന്നെയാണ് കോട്ടയം. LDF ഭരണം പിടിച്ചപ്പോഴും ജില്ലയിലെ മജോറിറ്റി സീറ്റുകളിൽ UDF ജയിച്ച അനുഭവമുള്ള ജില്ലയാണ് കോട്ടയം. ഇത്തവണ ഉറപ്പായും 2 സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന് ഉറപ്പിക്കാം. ഒന്ന് പൂഞ്ഞാറും മറ്റൊന്ന് ചങ്ങനാശ്ശേരിയുടെ സാധ്യതയാണ്. കാഞ്ഞിരപ്പള്ളി N. ജയരാജ് എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിഗത മികവിൽ അത് ഇടതുപക്ഷം തന്നെ നിലനിൽക്കാനുള്ള സാധ്യതയാണുള്ളത്. ഏറ്റുമാനൂർ ഒരു മണ്ഡല പുനർനിർണയത്തോടെ ആ മണ്ഡലത്തിൻ്റെ രൂപം മാറിയതോടുകൂടി ഇടതുപക്ഷ സ്വഭാവം കൂടുതലായി വന്നു. സാധാരണ തരംഗമില്ലെങ്കിൽ ഏറ്റുമാനൂരിനും മറ്റൊരു റിസൾട്ട് ഉണ്ടാവേണ്ടതില്ല. അതുകൊണ്ട് 2 സീറ്റിലുള്ള നഷ്ടം ഉറപ്പാക്കാം കോട്ടയത്ത്. അതേസമയം പാല ഒരുപക്ഷെ കേരളത്തിൽ തന്നെ UDF-ൽ നിന്ന് LDF-ൽ നിന്ന് എത്ര സീറ്റ് UDF പിടിക്കുമെന്നാണല്ലോ നമ്മുടെ ഭരണമാറ്റത്തിന്റെ ചർച്ചയിൽ. അവിടെ UDF-ൽ നിന്ന് തിരികെ പിടിക്കാനുള്ള സാധ്യതയുള്ള സീറ്റുകളിലൊന്നായി അത് ക്രൈസ്തവ സമുദായങ്ങൾ UDF-ന് അനുകൂലമായിട്ട് ചിന്തിച്ചാൽ പോലും അവിടെ പാലായിൽ പക്ഷേ ജോസ് കെ മാണി ജയിക്കുവാനുള്ള സാഹചര്യം അസാധാരണമായ സാഹചര്യമാണ്. അത് മാത്രമല്ല കോട്ടയത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പൂഞ്ഞാറും ചങ്ങനാശ്ശേരിയും ക്രൈസ്തവ ഏകീകരണത്തിലൂടെ UDF പിടിക്കുകയാണെങ്കിൽ കാഞ്ഞിരപ്പള്ളി അവിടെ നിന്ന് ഒഴിവാക്കി നിർത്തണോ? ഈ ജയരാജന്റെ ഒരു വ്യക്തിഗത മികവാണ് അവിടെ പറയുന്നത്. പറഞ്ഞോട്ടെ, ഈ പാലയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ നമുക്കറിയാം കേരള കോൺഗ്രസ് ജയിക്കുകയും ഇടതുമുന്നണി ജയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ചെയർമാൻ ജോസ് കെ മാണി പരാജയപ്പെട്ട് അങ്ങനെ മന്ത്രിസ്ഥാനം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ട് നമുക്ക് കണ്ടാണ്. ഇത്തവണയും ജോസ് കെ മാണി പാലയിലേക്ക് മത്സരത്തിന് ഇറങ്ങുമ്പോൾ ജോസ് കെ മാണി ജയിക്കുമോ തോൽക്കുമോ എന്ന കാര്യത്തിൽ കാര്യമായ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. അവിടെ ഏറ്റവും നിർണായക ഫാക്ടറായത് അവിടെ BJP-യുടെ സ്ഥാനാർത്ഥി ഷോൺ ജോർജ് അവിടെ എത്തുന്നു എന്നുള്ളതാണ്. ഷോൺ ജോർജ് ജില്ലാ പഞ്ചായത്തിലേക്ക് ഈ പാലകൂടി ഉൾപ്പെടുന്ന സ്ഥലത്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും അവിടെ നിന്ന് വിജയിക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ മാണി സി കാപ്പൻ്റെ ഒരു വലിയ പിന്തുണ ഷോൺ ജോർജിനും PC ജോർജിനും ഈ പാലാ മണ്ഡലത്തിലെ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന ഒരു വലിയ പിന്തുണ അല്ലെങ്കിൽ വോട്ട് ബാങ്ക് ഇതെല്ലാം ജോസ് കെ മാണിക്കെതിരായി മാണി സി കാപ്പൻ ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകളാണ്. അങ്ങനെ മാണി സി കാപ്പന് ഇപ്പോഴും എഡ്ജ് തുടക്കത്തിൽ ഷോൺ ജോർജ് വന്നില്ലെങ്കിൽ ഇത്തവണയും മാണി സി കാപ്പൻ ആ തരത്തിലേക്കുള്ള ഒരു എഡ്ജൊക്കെ ഉണ്ടായിരുന്നു. ഈ വലിയ പ്രചരണമൊന്നും നടത്തിയില്ലെങ്കിലും ജോസ് കെ മാണിക്കെതിരായ വികാരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ വരുമ്പോൾ ഈ ജോസ് കെ മാണിക്കെതിരായുള്ള വികാരം വരുന്നതിൻ്റെ വോട്ടുകൾ മാണി സി കാപ്പനിലേക്ക് മാത്രമല്ല പോകുന്നത്, അത് ഷോൺ ജോർജിലേക്ക് കൂടി പോകും. ഷോൺ ജോർജ് വോട്ട് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ വർധനയുടെ കണക്കിലാണ് ജോസ് കെ മാണിക്ക് അനായാസമായി ഒരു ജയത്തിലേക്ക് ഇപ്പോൾ എത്താൻ സാധ്യതയുണ്ടെന്ന് കൂടുതൽ അല്ലെങ്കിൽ ഒരു സാധ്യത കൽപ്പിക്കുന്നത് എന്നതുകൂടി കാണേണ്ടി വരും. ത്രികോണ പോരാട്ടം നടന്ന ഒരു മണ്ഡലം കൂടിയാണ് പാല. കിരണ, ഈ പൂഞ്ഞാറിൽ PC ജോർജ് എന്തെങ്കിലും സാധ്യതയുണ്ടോ? PC ജോർജിന് പൂഞ്ഞാറിൽ ഒരു കാലത്ത് PC ജോർജ് ആയിരുന്നു പൂഞ്ഞാറെന്ന് പറഞ്ഞാൽ, പക്ഷേ ഇക്കുറി അങ്ങനെ കാര്യമായ സാധ്യത PC ജോർജ് അല്ലാതെ മറ്റാരും എനിക്ക് PC ജോർജ് അതുപോലെ 6-3 നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്ന് തോന്നുന്നില്ല. പക്ഷേ 6-3 എന്നല്ല, ഈ പാല അങ്ങോട്ട് വരികയാണെങ്കിൽ 5-4 വരെ പോകാനും സാധ്യതയുണ്ടല്ലേ. 5 UDF-നും 4 LDF-നും, വൈക്കവും ഏറ്റുമാനൂരും പാലായും കാഞ്ഞിരപ്പള്ളിയും LDF-ന്, ബാക്കി 5 സീറ്റുകൾ UDF-ന് അല്ലേ. അതിൽ ഒരുപക്ഷെ ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ കൺസോളിഡേഷൻ വലിയ രീതിയിൽ നടന്നാൽ കാഞ്ഞിരപ്പള്ളി UDF പക്ഷത്തേക്ക് വന്നേക്കാം. അതിനപ്പുറം ഒരു മാറ്റമില്ല അല്ലേ. കോട്ടയം ജില്ലയുടെ ഒരു സമഗ്ര ചിത്രം അതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.